പുലർച്ചെ 4:50 ഒരു നാടൊന്നാകെ ആഘോഷത്തിലാണ്. കഴിഞ്ഞ 43 വർഷക്കാലം ഒരു നാടിനും സമൂഹത്തിനും ഉണ്ടായ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചതാണ് ഈ ആനവണ്ടി സർവീസ്. അതിനുള്ള ആദരവാണ് ജനങ്ങൾ അറിയിച്ചതും. വളരെയധികം സന്തോഷം. ഞാൻ ആദ്യമായിട്ട് പോകുന്നത് 2008-ലാണ്. ഇപ്പോൾ 2019 മുതൽ ഇത് ഷെഡ്യൂളായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. യാത്രക്കാരെല്ലാം വളരെ സ്നേഹമാണ് നമ്മളോട്. 43 വർഷം കൊണ്ട് ഈ ഗ്രാമത്തിലൂടെ മഴയും വെയിലും പകലും എല്ലാം കണ്ടുകൊണ്ട് യാത്ര പോവുകയും ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിന് നിറച്ചാർത്തുള്ളതാക്കി മാറ്റാൻ ഈ ബസ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്രാമത്തിലൂടെ മൂഴിയാറുന്ന ബസ്സിൽ ബോർഡ് വെച്ച് പോകുന്ന സ്ഥലം എന്താണെന്നും അവിടുത്തെ പ്രാധാന്യം എന്താണെന്നും അവിടുത്തെ ഡാം നിർമ്മിക്കാൻ ഈ നാട്ടിലെ തൊഴിലാളികളടക്കമുള്ളവരുടെ അധ്വാനമുണ്ട്. അപ്പോൾ ആ പ്രദേശത്ത് ഞങ്ങളത് പോയി കണ്ടുവരിക എന്നതാണ്. വർഷങ്ങൾക്ക് മുൻപ് പത്തനംതിട്ട മൂഴിയാർ ഡാം നിർമ്മാണത്തിനായി ജോലിക്കാരെ കൊണ്ടുപോകാൻ ആരംഭിച്ചതാണ് ഈ സർവീസ്. ഒരു 25-30 വർഷങ്ങൾ ഞങ്ങൾ തൃശ്ശൂരായിരുന്നു, ചാലക്കുടിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ആ സമയത്ത് ഈ ബസ്സിൽ നമുക്ക് വളരെ ആശ്രയമായിരുന്നു. രാവിലെ ഇവിടുന്ന് തമ്പാനൂർ പോകാനായിട്ട് വളരെ ആശ്രയമായിരുന്നു. അവിടുന്ന് ട്രെയിനിലാണ് യാത്ര ചെയ്തത്. നാട്ടുകാരുടെ ആദരവേറ്റുവാങ്ങി ആനവണ്ടി വീണ്ടും യാത്ര തുടങ്ങി. പതിറ്റാണ്ടുകളായി തങ്ങളുടെ യാത്രകൾക്ക് ആശ്രയമായിരുന്ന ആനവണ്ടിക്ക് ആദരമർപ്പിച്ച് അവർ നേരെ പോവുകയാണ് മൂഴിയാറിലേക്ക്. അനൂപമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജിബിൻ JB തന്നെ നമ്മുടെ കൂടെയാണ്. ജിബിനെ, ഒരു നാടൊന്നാകെ എത്തിയല്ലേ ആ ബസ്സിനെയും അതിലെ ജീവനക്കാരെ ആദരിക്കാൻ വേണ്ടിയിട്ട്. 43 വർഷം എന്ന് പറയുമ്പോൾ ആ 43 വർഷം ആ നാട് എന്തായിരുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ട് ആ സർവീസ് അല്ലേ. ഇത്രയും കാലം അതിനൊരു മാറ്റവുമില്ല, മുടങ്ങിയിട്ടുമില്ല. ആ ജനതയും ആ ബസ്സിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ആ സ്നേഹമാണ് അവർ ഇങ്ങനെ കാണിച്ചതും അല്ലേ. ഇത്രയും രാവിലെ തന്നെ ആ നാട്ടുകാരെല്ലാവരും അവിടേക്ക് എത്തണം, ഈ പരിപാടിക്ക് എത്തണം എന്നുണ്ട് എങ്കിൽ എത്രത്തോളം സ്നേഹമുണ്ടായിരിക്കും? ഒരു നാടിന് എത്രത്തോളം പ്രിയമാണ് ഈ ആനവണ്ടി എന്ന് തെളിയിക്കുന്നതാണ് പുലർച്ചെ 4:30 ഇത്രത്തോളം ജനങ്ങൾ മലയൻകീഴിലേക്ക് ഒഴുകിയെത്തുന്നതിനുള്ള ഒരു പ്രധാന കാരണം. കാരണം കഴിഞ്ഞ 43 വർഷമായി ആ നാട്ടുകാരുടെ, മലയൻകീഴ് മാത്രമല്ല കാട്ടാക്കട ഡിപ്പോയിൽ നിന്ന് രാവിലെ 4:30 എടുക്കുന്ന വണ്ടിയാണ്. അത് ഏകദേശം ഒരു 5:15 കൂടി തമ്പാനൂർ എത്തിച്ചേരും. ഇത് വർഷങ്ങളായി, 43 വർഷം കൊണ്ട് കാട്ടാക്കട ഡിപ്പോയിൽ നിന്ന് എല്ലാ ദിവസവും ഉള്ള ഒരു സർവീസാണ്. അതുകൊണ്ട് തന്നെ ഈ കാട്ടാക്കടക്കാർക്ക് പ്രധാനമായി കാട്ടാക്കടയിൽ നിന്ന് ഈ വരുന്ന വഴി കാട്ടാക്കട, പേയാട്, ഈ മലയൻകീഴ്, പേയാട്, അവിടെ നിന്ന് ജഗതി, പിന്നീട് തമ്പാനൂർ, ആ നാട്ടുകാർക്ക് കുറേ വർഷങ്ങളായി അവരുടെ പ്രധാന ആശ്രയം എന്ന് പറഞ്ഞവർ വേണ്ടി. കാരണം ജോലിക്ക് പോകുന്നവരായാലും പഠനത്തിനായി പോകുന്നവരായാലും ഒക്കെ പ്രധാനമായി ആശ്രയിച്ചിരുന്ന ഈ ഒരു വണ്ടിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഒരു 10-15 വർഷമേ ആയി കാണത്തുള്ളൂ എപ്പോഴും ഇടവിട്ട് ബസ്സൊക്കെ ഉള്ളത്. ഈ 43 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ രാവിലെ തന്നെ ഈ ഒരു ബസ് മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. എന്തായാലും അന്ന് അവർക്കുണ്ടായിരുന്ന അവരുടെ ഈ കാലഘട്ടം അത്രയും അവർക്ക് ആശ്രയമായി നിന്നതിന് അവരൊരു നന്ദി സൂചകമായാണ് മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ആദരവ് ആ ഒരു ബസ്സിന് നൽകിയത്. ഇതിനൊരു ചരിത്രം കൂടിയുണ്ട്. ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ മൂഴിയാർ ഡാമിൻ്റെ നിർമ്മാണ സമയത്ത് പ്രധാനമായും കാട്ടാക്കട മേഖലയിൽ നിന്നാണ് ആൾക്കാർ അങ്ങോട്ടേക്ക് ഈ മല തുരന്ന് ടണൽ നിർമ്മിക്കുന്നതിന് വേണ്ടി ഡാമിൻ്റെ നിർമ്മാണത്തിനായൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആദ്യകാലത്ത് ഈ 43 വർഷം മുമ്പ് ഈ ഒരു സർവീസ് തുടങ്ങിയതെന്നാണ് പഴമക്കാരൊക്കെ പറയുന്നത്. എന്തായാലും അന്ന് തുടങ്ങിയ ആ സർവീസ് ഇന്നത്തെ പുതുതലമുറയിൽപ്പെട്ടവർക്ക് ഉപയോഗമാകുന്ന ഒരു കാഴ്ചയാണെന്ന് നമ്മൾ കണ്ടത്. എന്തായാലും ബസ്സിന് ആദരവ് നൽകിയത് മാത്രമല്ല, KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ ആദരവ് നൽകിയ മലയൻകീഴ് പഞ്ചായത്തിലെ സംഘം ആ KSRTC ബസ്സിൽ തന്നെ 5 മണിക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അവർ നേരെ പോയത് മൂഴിയാറിലേക്കാണ്. അവിടെ ചെന്ന് ഡാമും തുടർന്ന് അവിടെയുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇന്ന് രാത്രിയോടെ തന്നെ എല്ലാ ദിവസത്തെയും പോലെ ആ ബസ് റിട്ടേൺ വരുന്ന സമയത്ത് അവരെല്ലാം തിരികെ